നമസ്കാരം. ഇന്നത്തെ കട്ടൻ ക്ലബില് നമ്മൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാനായിട്ട് ആദ്യമേ തന്നെ 3 പേര് റെഡിയാണ്. അപ്പൊ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട മൂവീസിനെ കുറിച്ചൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കട്ടൻ ടോക്സിന്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് ആ പേജില്. അതിലൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ സൂമിനകത്തേക്കുള്ള എൻട്രി തരാം. ഓക്കെ, അപ്പൊ എല്ലാരും പങ്കെടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ ആദ്യം ആരാ സംസാരിക്കണേ ഇഷ്ടപ്പെട്ട സിനിമയെ പറ്റിയിട്ട്? നാസർ, ഞാൻ പറയണോ? പറഞ്ഞോളൂ. നിങ്ങള് പിന്നെ മറ്റേ നസീറിന്റെ കാലത്തെ പടമല്ലേ പറയാൻ പോകുന്നത്? അതെ, നസീറിന്റെ കാലത്തെ പടം എന്നതിലുപരി അന്നും ഇന്നും നസീർ കഴിഞ്ഞിട്ടേ മറ്റൊരു നടനെ എനിക്കുള്ളൂ. നസീറിനെയാണ് ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടം. അന്നും അതെ, ഇന്നും അതെ, എന്നും അതെ. ഞാൻ എൻ്റെ പഴയ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ പ്രേം നസീറിന്റെ 400ാമത്തെ സിനിമയാണ് കണ്ണപ്പൻ ഉണ്ണി എന്ന് പറഞ്ഞ സിനിമ. കണ്ണപ്പൻ ഉണ്ണി 400ാമത്തെ സിനിമ. ആ സിനിമ ഞാൻ എൻ്റെ UP സ്കൂൾ പഠിക്കുന്ന സമയത്ത് കണ്ടതാണ്. ചിലപ്പോൾ നിങ്ങൾ ആരും വിശ്വസിക്കില്ല, 13 തവണ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. 13 തവണ. അന്ന് തിയേറ്ററിൽ പോയി കാണണ്ടേ? തിയേറ്ററിൽ പോയിട്ട് കാണണം. അന്ന് എൻ്റെ സ്വന്തം നാടായ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം എന്ന സ്ഥലത്ത് അശോക ടാക്കീസ് ഒരു ടാക്കീസ് ഉണ്ട്. ആ ടാക്കീസിൽ 60 പൈസയാണ് ഫ്രണ്ട്. അപ്പോൾ അത് 13 തവണ കാണുകയെന്ന് പറഞ്ഞാൽ എന്നെ ആരും കൂട്ടിക്കൊണ്ടുപോയതല്ല. സ്കൂള് വിട്ടിട്ട്, അതിപ്പം പറയാൻ പറ്റില്ല, ഭണ്ണാരത്തിന് പൈസ മോഷ്ടിച്ചൊക്കെ പോയിട്ട് കണ്ടതാണ്. അപ്പോ അന്ന് പോയിട്ട് കണ്ട 13 തവണ. പിന്നെ ഞാൻ കോളേജ് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം മാങ്ങാട് ഒരു തിയേറ്റർ ഉണ്ട്, നിഷ ടാക്കീസ് എന്ന് പറഞ്ഞിട്ട്. അതായത് കണ്ണൂർ ജില്ല മാങ്ങാട്. ഞാൻ ജോലി ചെയ്യുന്നത് കെൽട്രോണിലാണ്, കണ്ണൂർ കെൽട്രോൺ. അപ്പൊ ഞാൻ അവിടെ പിന്നെ റൂമിൽ താമസിക്കുന്നത്. അവിടെ ആ പടം വന്നപ്പോഴും ഒന്നുകൂടെ പോയി കണ്ടു. ടോട്ടൽ 14 തവണ ഞാൻ കണ്ടു ആ സിനിമ. കാണാൻ കാരണം പ്രത്യേകം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് പാട്ടുകളുണ്ട്. പിന്നെ നസീർ ഷീല എന്ന് പറഞ്ഞാൽ എൻ്റെ ജന്മജോഡിയാണ്. അതൊക്കെ തന്നെയാണ് പ്രേം നസീറിനെയും പഴയൊരു സിനിമ ഏറ്റവും കൂടുതൽ കണ്ട പടവും. ഇപ്പോഴും നസീറിന്റെ പടം TV വന്നാൽ വീട്ടിലെ കുടുംബമൊക്കെ എണീറ്റങ്ങ് പോകും, ഞാൻ കാണും. കാരണം അവർക്കറിയാം പിന്നെ എനിക്ക് TV അവർക്ക് വേറെ ചാനൽ മാറ്റാൻ പറ്റില്ല എന്നത്. ഈ കണ്ണപ്പനോട് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? കണ്ണപ്പനോട് ഇഷ്ടപ്പെടാൻ കാരണം പ്രത്യേകിച്ച് നസീറിനുള്ള ഒരു ആരാധന തന്നെയാണ്. അല്ല, നസീറിന്റെ ഇഷ്ടം പോലെ സിനിമ ഉണ്ടല്ലോ. ഉണ്ട്, ഇഷ്ടം പോലെ സിനിമയുണ്ടെങ്കിലും അതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല, എങ്കിലും അതിനകത്ത് നിരവധിയായ പാട്ടുകളുണ്ട്. എല്ലാ പാട്ടും, അതായത് ഒരുപാട് പാട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ദുർഗാദാസൻ, കണ്ണപ്പനുണ്ണി 2 കഥാപാത്രം പ്രേം നസീർ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഒരു പെൺവേഷം കെട്ടുന്നുണ്ട് നസീർ. പിന്നെ നസീറിന്റെ ജോഡിയായിട്ട് അടൂർഭാസി ഉണ്ട്, ഷീലയുണ്ട്. ഒരു മരം വെട്ടുകാരനായ ദുർഗാദാസനെ അതെല്ലാ വിദ്യകളും പഠിപ്പിച്ച് നല്ലൊരു ചേകവരാക്കി മാറ്റുന്ന ഒരു കഥയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്. ഇതിലിപ്പം നമ്മൾ ഈ മീറ്റിങ്ങിൽ ഉള്ളവരിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ പടം ഒന്ന് കാണണം എന്നും കൂടി ഒരു അഡ്വൈസ്. പിന്നെ അപ്പൊ കണ്ണപ്പനുണ്ണിയിൽ അവസാനിച്ചു ആ പടത്തിൽ ഇങ്ങോട്ട്? കണ്ണപ്പനുണ്ണിയിൽ അവസാനിച്ചതല്ല, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട പടമാണത്. ഇതുപോലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ചിത്രം ചില ആൾക്കാർ 49 പ്രാവശ്യം കണ്ടു, 50 പ്രാവശ്യം കണ്ടു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിത്രം മൂവി ഫസ്റ്റ് ടൈം കണ്ണപ്പനുണ്ണി. ചിത്രം ഓൾമോസ്റ്റ് 365 ഡേയ്സ് ഓടിയിട്ടുണ്ട് ആ പടം. താളവട്ടവും ചിത്രവും ആ കാറ്റഗറിയിലുള്ള പടം 1 ഇയർ ഫുള്ളായിട്ട് തിരുവനന്തപുരം തിയേറ്ററിലൊക്കെ ഓടിയിട്ടുണ്ട്. ഞാൻ ചിത്രം കണ്ടത് തിരുവനന്തപുരത്ത് നിന്നാണ്. ആ പടം 83, 84 അങ്ങനെ എങ്ങാണ്ട് ആ കാലഘട്ടത്തിലാണ് കണ്ടത്. അതും ആ ഒരു സമയത്തുള്ള പടങ്ങളിൽ ഭയങ്കരമായിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന പടങ്ങളും പിന്നെ പാട്ടുകൾ, ഇതൊക്കെ വലിയ, എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ട് ഒരു മുഖ്യ ഘടകമാണ്. മുഖ്യ ഘടകം എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള പാട്ടുകൾ മിക്കവാറും പഴയ പാട്ടുകളൊക്കെ ഓൾമോസ്റ്റ് ബൈകാട്ടാ. പക്ഷെ പുതിയ പാട്ടുകളൊന്നും ഒന്ന് കേട്ട് അങ്ങ് തള്ളിപ്പറയുന്നത്. പക്ഷെ ഇപ്പോഴും പഴയ ഒരുപാട് പാട്ടുകൾ. അന്നത്തെ പാട്ടൊരു ഘടകം തന്നെയാണ്. ഇതുപോലുള്ള പടങ്ങളിൽ 1, 2, 3 ഒരുപാട് പാട്ടുകൾ ഉണ്ടാവാറുണ്ട്. കണ്ണപ്പുണ്ണി പിന്നെ ആ ജോണറിലുള്ള ഒരുപാട് പടങ്ങളുണ്ട് കേട്ടാ. ഈ കണ്ണപ്പനുണ്ണി, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, പിന്നെ അരക്കള്ളൻ മുക്കാക്കള്ളൻ. അത് അതിന് മുന്നെയാണ്. അരക്കള്ളൻ മുക്കാക്കള്ളനൊക്കെ. പിന്നെ തച്ചോളി അമ്പു, മാമാങ്കം, ഇതുപോലുള്ള
പടയോട്ടം പടയോട്ടൊക്കെ ലാസ്റ്റ് പ്രേംനസീറിന്റെ ലാസ്റ്റ് എൻഡിലുള്ള ഉള്ളത്. പടം. അത് 89-ലുള്ള പടമാണ് പടയോട്ടം. ആ 89. എന്റെ അതിൽ മോൾക്ക് ഏറ്റവും പടയോട്ടത്തില് ഇഷ്ടമുള്ള ഒരു സിനിമയാ ഇത്, അരക്കള്ളൻ ഏത് മുക്കാക്കള്ളൻ. അരക്കള്ളൻ മുക്കാക്കള്ളൻ. അതെയാ അത് ആ. നസീർ ശ്രീ മറ്റേ വിജയശ്രീയാണ് അതിനകത്ത് പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ പറയട്ടെ. സായൂജ് സായൂജ് പിന്നെ നമസ്കാരം. പറയണ്ട, മോഹൻലാലിന്റെ ആരാധകനാ. ഞാന് ലാലേട്ടന്റെ ആരാധന, പക്ഷെ മാത്രം എല്ലാരും ആരാധകനാണ്, പക്ഷെ കുറച്ച് കൂടുതൽ മോഹൻലാലിന്റെ ഉള്ളൂ. കേൾക്കുന്നില്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ. ക്ലിയർ ആണ്. ഞാന് ഇവിടെ പറയാന്ന് വിചാരിച്ചത് മിഥുനം എന്ന് പറഞ്ഞ ഫിലിമിനെ പറ്റിയിട്ടാണ്. 1993 ഇറങ്ങിയ പ്രിയദർശന്റെ സംവിധാനത്തിൽ ശ്രീനിവാസൻ തിരക്കഥ എഴുതി മോഹൻലാൽ, ഉർവശി, എന്താ പറയാ, ഉർവശിയോടൊപ്പം ബഹുമുഖ പ്രതിഭകൾ ഒരുപാട് നീണ്ടുന്ന ഒരു സാംസ്കാരിക പ്രതിബദ്ധതയും ഒരു ഫാമിലി മാന്റെ എല്ലാ സ്ട്രഗിളിങ്ങും ഉള്ള ഒരു പടമാണ് മിഥുനം. പക്ഷെ ഭയങ്കര ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ആ സമയത്ത് ആ പടം ഇറങ്ങിയപ്പോഴ് അത് വലിയൊരു വിജയമായിരുന്നില്ല. ആ സമയത്ത് എന്താണെന്നോ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നറിയില്ല. പക്ഷെ അതൊരു ബോക്സ് ഓഫീസ് ദുരന്തമായിരുന്നു ആ പടം. പക്ഷെ ശരി. പിൽക്കാലത്ത് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഈ ടി വിയിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അതായത് തെരഞ്ഞു പിടിച്ച് കാണുന്ന പടങ്ങളിൽ ഒന്നായിട്ട് മാറി. അതിന്റെ ആ ഒരു കഥാതന്തുവിന്റെ ആ ഒരു സ്ട്രോങ് കൊണ്ട് തന്നെയാണത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് മിഥുനം. മിഥുനം ഈ കണ്ടിട്ടുണ്ടോ? പറഞ്ഞ പോലെ കുറെ ഐ ഓപ്പണിംഗ് കാര്യങ്ങളുണ്ട് ഫാമിലിനെ കുറിച്ചൊക്കെ. അതെ 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 അതെ. അതായത് നമ്മുടെ പിന്നെ ഒ- ഒരു 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 നാട്ടിലെ സാധാരണക്കാരായ ഒരു യുവാവിന്റെ അങ്ങനെ ഒരു ചെറിയൊരു, അയാൾ തുടങ്ങുന്നത് സേതുമാധവൻ എന്ന പേര്, ലാലേട്ടൻ നേരത്തെ പേര് സേതുമാധവൻ. അപ്പൊ ഈ സേതുമാധവൻ ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന ഒരു ഫാക്ടറി തുടങ്ങുന്നുണ്ട്. അപ്പോ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റെ ഒരു ജീവിതം, നാട്ടിലുള്ള ആ ഒരു സമയത്താണെങ്കിലുള്ള ഒരു സാധാരണക്കാരന്റെ എന്തൊക്കെ സ്ട്രഗിളിങ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഫാമിലി ലൈഫ് അതുപോലെ തന്നെ കൊണ്ടുപോകണം. അതിനൊക്കെ നേരിടേണ്ടി വരുന്ന എല്ലാവരുടെയും, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു സേതുമാധവൻ, ഞാനും അതിലെ കൂടിയൊക്കെ പോയത് ആളാണ്. അതുകൊണ്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മിഥുനം. അത് നമ്മള് പ്രത്യേകിച്ച് ഇവിടെ പ്രവാസികള് നമ്മളിപ്പോ നാട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങണമെന്നൊക്കെ അതന്നെ അതന്നെ വിചാരിക്കുമ്പോ അത് കണക്ട് ചെയ്യാൻ പറ്റും. അതെ. അതുപോലെ ഫാമിലി ലൈഫായി ഇത് ഫാമിലി ലൈഫ് ഇതുപോലെ ആണ്. തന്നെ വഴിയോര കാഴ്ചകളാണ്. എന്താ ഒരു മോഹൻലാല് പ്രവാസിയായിട്ട് തിരിച്ച് പോയി ബസ്സിന്റെ അല്ല അത് ഒരു അതല്ല വഴിയോര അത് കാഴ്ചകളല്ല, വഴിയോര അത് കാഴ്ചയല്ല, മറ്റേ വരവേൽപ്പാണ്. വരവേൽപ്പ്. വരവേൽപ്പ് അതെ സോറി. അതെ അത് കണ്ടു കഴിഞ്ഞാൽ ഇന്നും പ്രസക്തമാണ്. അത്രയും വർഷം മുന്നേ ഇറങ്ങിയ സിനിമയാണെങ്കിലും അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇന്നും അയ്യോ അച്ചട്ട. അതെ അതെ അതെ. മാത്രമല്ല ഈ പറഞ്ഞ ചില ഇവിടെ പടങ്ങള് നാസർക്ക പറഞ്ഞ പോലെ തന്നെ പാട്ടുകൾ, ആ സമയത്തുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ രജിസ്റ്റേർഡ് ആണ്. എല്ലാ പാട്ടുകളും. പ്രത്യേകിച്ച് ഈ മോഹൻലാൽ പ്രിയദർശൻ മൂവികളിലാണെങ്കിലും ആ സമയത്തുള്ള ഏത് 90s അല്ലെ 80s ആ മൂവി ആണെങ്കിലും പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ ഓർഡിനറി ആണ്. അത് ഇപ്പോഴും നമുക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന പാട്ടുകൾ. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന ഇപ്പോഴും ഇറങ്ങിയ പാട്ടുകൾ ചുരുക്കം ചില പാട്ടുകൾ മാത്രമേ നമുക്കത് വീണ്ടും ഓർമ്മ വരുന്നുള്ളൂ. അത് അത് കറക്റ്റാ പറഞ്ഞത്. ആ, ആ. പിന്നെ അപ്പം മാത്രമല്ല ആ മിഥുനമാണ്. സിനിമ, അതെ അതെ, ഇങ്ങനെ സിനിമ കാണാൻ പ്രേരിപ്പിച്ചത്, അതായത് ഞാൻ ഇതെല്ലാം കണ്ടത് ആ സമയത്ത് എനിക്ക് 5-6 വയസ്സാ. പക്ഷെ ഇതെല്ലാം കണ്ടത് നമ്മള് സിനിമ ടാക്കീസ് തന്നെയാണ്. മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അച്ഛൻ അച്ഛൻ കൊണ്ടുപോകും. നമ്മളെ ചെറുപ്പത്തിലെ അച്ഛൻ ഇതുപോലെ തന്നെ ഒരു സിനിമാന്റെ ഒരു ആരാധകനായതുകൊണ്ട് അച്ഛൻ ഏത് പടം വന്നു കഴിഞ്ഞാലും വെള്ളിയാഴ്ച നമ്മളെയും കൊണ്ടുപോകും, ഫാമിലിനെയും കൊണ്ടുപോകും, പടം കാണും. അങ്ങനെയാണ് ആ സമയത്തെ ചെറുപ്പത്തിലെ തിയേറ്ററിൽ തന്നെ കണ്ടിട്ട് ഉള്ള ഒരു ഭാഗ്യം ഉണ്ടായി എല്ലാ പടങ്ങളും. കാരണം ഇപ്പൊ ആ ചില ഒരു കുട്ടികൾ സംഭവം പറയുന്നത് സത്യം ഞാൻ പറഞ്ഞാല് ആദ്യമായി ആ ഉം. അല്ല അല്ല, ആ പറഞ്ഞോളൂ. ഒരു സംഭവം സത്യം പറഞ്ഞാൽ ഇപ്പൊ മിസ്സിംഗ് ആ അല്ലെ. ആ ഒരു കാത്തിരുന്ന് പിന്നെ ഓണക്കാലത്തൊക്കെ ഒരു ആ തിയേറ്ററിൽ പോയിരുന്ന് അയ്യോ കാണുമ്പോ ഭയങ്കര മിസ്സിംഗ് ആ. പിന്നെ അന്ന് തന്നെ നമ്മള് ആ ഒരു സെക്കൻഡ് ഷോക്കാ പോവും. അച്ഛൻ വന്ന് പണിയെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മളെല്ലാരും കൂട്ടി സെക്കൻഡ് ഷോയിൽ പോയി പുറത്തുനിന്ന് ഒരു ചായ എല്ലാം കുടിച്ച് നേരെ പോയിട്ട് അവിടെ അന്ന് ഭയങ്കര തിയേറ്ററിൽ ഇപ്പൊ നല്ല പടമാണെങ്കിൽ ഭയങ്കര ആളും ഉണ്ടാവും, ഭയങ്കര ആളാ. അപ്പൊ അമ്മേനെയാണ് ടിക്കറ്റ് എടുക്കാൻ ഏൽപ്പിക്കുകയ്യ. ലേഡീസ് ആകുമ്പോൾ പെട്ടെന്ന് കുറച്ചും കൂടി ഈസിയാന്ന് വെച്ചിട്ട്. അപ്പൊ അതെല്ലാം ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു.
നമ്മളെ കൂടെ നൗഫൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കട്ടൻ ടോക്സിൽ കഴിഞ്ഞ ആഴ്ചത്തെ ചർച്ചയിൽ ഉണ്ടായിരുന്നു. ഖത്തറിൽ നിന്നാണ്. പിന്നെ കട്ടനിൽ പ്രത്യേകിച്ച് ഏലക്ക ഇടുന്ന ആളാണ് അല്ലെ. അപ്പൊ ഇനി ആരാ പറയുന്ന ഇഷ്ടപ്പെട്ട സിനിമയെ കുറിച്ച്? സാബു കേക്കുന്നില്ലല്ലോ. ഹലോ, നമസ്കാരം. യെസ്, നമസ്കാരം കേൾക്കാം. ഞാൻ എത്താൻ കുറച്ച് വൈകി, ലൈൻ പ്രോബ്ലം. അത് പിന്നെ വേറെ കോള് വന്നു, അതിന് തിരക്കായിരുന്നു. ഓക്കെ. അപ്പൊ സിനിമ, ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാല് സാബു അതിന് ഫുള്ള് സിനിമ ആണല്ലോ അല്ലെ. എല്ലാ ദിവസവും സിനിമ കാണുന്ന ആളാ. അതെ, ഒരുവിധം എല്ലാ സിനിമകളും. അതായത് ഞാൻ പഠിച്ച് കളിച്ച് നടക്കുന്ന ടൈമിൽ, പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, പ്രീഡിയൊക്കെ കഴിഞ്ഞിട്ട്. ആ ടൈമില് എനിക്ക് തോന്നുന്നു ആ ഇടയ്ക്ക് ഇറങ്ങിയ ഒരുവിധം എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. A to Z എല്ലാ തരം, നല്ലതായാലും ചീത്തയായാലും. അത് ഞങ്ങളുടെ അടുത്ത് തൊട്ടടുത്തൊരു തിയേറ്റർ ഉണ്ട്. അപ്പൊ അവിടെ പോകും. ആഴ്ചയില് 2 ഷോ ഉണ്ടാവും അവിടെ. 2 പടമാണ് പറഞ്ഞത്, ചെറിയ തിയേറ്ററാണ്. അപ്പൊ അവിടെ പോയി എല്ലാ പടങ്ങളും മാറി വരക്കാണ്. എനിക്ക് മനസ്സിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും മോഹൻലാലിന്റെ ഈ കോമഡി, സത്യനന്ദിക്കാട്, പ്രിയദർശൻ കൂട്ടുകെട്ടില്. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞിപ്പോ മിഥുനം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിത്രം സിനിമ. അത് ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴത്തെ അറിയാം. ഇപ്പോഴും അറിയില്ല കറക്റ്റ്. അത് അത്ര ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിൽ മോഹൻലാലിന്റെ ഒരു ലാസ്റ്റ് ഡയലോഗ്, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നുള്ള, അത് വളരെ ഒരു ഫീലായിട്ടുള്ള, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ പലപ്പോഴും അത് ആലോചിച്ചിട്ടുണ്ട്. അവരാ കൊണ്ടുപോകാതെ അവരെ വിട്ടിരുത്തെങ്കിൽ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ മിഥുനം, തേന്മാവിൻ കൊമ്പത്ത്. അതില് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് തേന്മാവിൻ കൊമ്പത്ത്. അതില് അതിന്റെ ക്യാമറ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. ആ വർഷത്തെ ദേശീയ അവാർഡ് കിട്ടിയത് ആനന്ദ് എന്ന് പറഞ്ഞ ആ ഛായാഗ്രഹകൻ. അതെ, അതുപോലെ അതിന്റെ പാട്ടുകൾ, അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ പടങ്ങളിലെന്ന് വെച്ചാൽ ക്ലാസും മാസും കൂടിയിട്ട് സത്യം പറഞ്ഞ ചില ടൈമില് മനസ്സിലാകാറില്ല ചില പടങ്ങൾ. ഈ അടുത്ത് ഹിറ്റായിരിക്കും, ആളുകൾ കണ്ട് ഇറങ്ങി ഹിറ്റാക്കണം, ഇങ്ങനെ യൂട്യൂബ് മറ്റേ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഹിറ്റാക്കുന്ന പടങ്ങളുണ്ട്, ഒരുപാട് പടങ്ങൾ. പക്ഷെ അത് നമുക്ക് വലിയ തൃപ്തി തന്നിട്ടില്ല. ക്ലാസ് ആണ് മാസം, അത് ചിലപ്പോ ന്യൂ നമ്മൾ കുറച്ച് ജനറേഷൻ ഗ്യാപ്പ് ആയിരിക്കാം നമ്മളുടെ. അതുപോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നമ്മളൊരു അഭിപ്രായം ഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയ ഒരു അഭിപ്രായം ഫോം ചെയ്തിട്ട് ഇങ്ങോട്ട് തരും. പിന്നെ നമുക്കിത് മോശമാണെന്ന് പറയാൻ തന്നെ, ഇത് ഇത്രയും പേര് ഒന്നിച്ച് നല്ലത് പറയുമ്പോ പിന്നെ നമുക്കിത് എന്തുകൊണ്ട് മനസ്സിലായില്ല, നമ്മുടെ കുഴപ്പമാണോ എന്നൊക്കെ തോന്നും. അതെ, തീർച്ചയായിട്ടും. എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം, ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ചിത്രം എന്ന് പറഞ്ഞാലൊപ്പം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ചിത്രവും മോഹൻലാലിന്റെ ഒരു വാമനപുരം ബസ് റൂട്ട് എന്നൊരു പടം വന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഈ പടങ്ങൾ എനിക്ക് വിഷമം തോന്നിയിരുന്നത്, അതായത് മോഹൻലാലിനെ പോലൊരു ആക്ടറെ വെച്ചിട്ട് അങ്ങനെ ഒരു പടം എന്താണ് അവർ ഉദ്ദേശിച്ചത്. സത്യത്തിൽ അത് പൂർത്തിയാ കണ്ടിട്ടില്ല. ഞാനൊരു 60% കണ്ടിട്ടുള്ളൂ. ഒരു മിനിറ്റ്, അത് കഴിഞ്ഞ ഉടനെ തന്നെ അത് ഡ്രോപ്പ്, അതായത് അത്രയും ഇത് ഓടിയിട്ടില്ല അല്ലെ, അങ്ങനെ ഒരു പടം. അതിന് ശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോ തന്നെ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ എന്റെ ഒരു വീക്ക്നെസ് ആയിപ്പോയി. കാരണം സ്വന്തം നമ്മളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത പടമായി. കാരണം അയാൾക്ക് തന്നെ അത് ഓടൂല, അങ്ങനെയുള്ള ഏറ്റവും വേസ്റ്റ് പടമായി. അത് സെലക്റ്റീവ് ആയിരുന്നില്ല ലാലേട്ടൻ. അതായത് ലാലേട്ടന്റെ ഒരു കഴിവ് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അതായത് മമ്മൂട്ടി രണ്ടുപേരെ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അത് രണ്ട് തലത്തിലുള്ള ആർട്ടിസ്റ്റാ. അതായത് മമ്മൂട്ടിയുടെ ഒരു വടക്കം വീരാതൊക്കെ ഒരിക്കലും മോഹൻലാലിനെ കൊണ്ട് പറ്റില്ല. ഞാൻ മമ്മൂട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പടം എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വടക്കം വീരാത എന്ന് പറയുള്ളൂ. പക്ഷെ മോഹൻലാൽ ഇതുപോലല്ല, കുറച്ച് ആളുകളെ നോക്കി ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യാൻ. മമ്മൂട്ടി പക്ഷെ കുറച്ചുകൂടി സെലക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് ഈ അടുത്ത് ഇപ്പൊ മോഹൻലാലിന്റെ പടങ്ങൾക്ക് ആ ഒരു പഴയ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി കിട്ടാത്തത്. മേക്കിങ്ങിലല്ല, പക്ഷെ പുള്ളിയുടെ ആ ഒരു അഭിനയത്തിലുള്ള പെർഫെക്ഷൻ ഒന്നും നമ്മള് മലയാള സിനിമ സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ ഒടുവിൽ എത്തുന്നത് മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ ചർച്ചയിലേക്കാന്ന് തോന്നുന്നു. പക്ഷേ സിനിമയുടെ കാര്യമായിട്ട് പറഞ്ഞു. പക്ഷെ എനിക്ക് ആക്ടറിൽ ഇഷ്ടം തീർച്ചയായിട്ടും ഇവരിലൊക്കെ ഇഷ്ടപ്പെട്ട ഞാൻ ആക്ടർ ജഗദീഷ് ശ്രീകുമാറാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തിലകൻ.
ഏറ്റവും ഇവരെ ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവരെയാണ്. അതായത് അവരുടെ ആ ഒരു റേഞ്ച്, അതൊരു ഭയങ്കര റേഞ്ച്. ഇന്നുവരെ ഒരു പകരം വെക്കാൻ കിട്ടിയിട്ടില്ല. ജഗതിയൊക്കെ പകരം വെക്കാൻ കിട്ടിയിട്ടില്ല. കിട്ടുമെന്ന് സംശയമുണ്ട്. പിന്നെ ഈ അടുത്തിറങ്ങിയത് ഇപ്പൊ കുറച്ച് തമിഴ് പടങ്ങൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അല്ല, മലയാളത്തിന്റെ ഒക്കെ അടുത്ത് വരുന്നുണ്ട്, അടുത്ത് വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് സാബു കണ്ട സിനിമകളിൽ സാബുന് എന്തെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാനുണ്ടോ? കാണണം എന്ന്, നമ്മളോട് കാണണം എന്ന് പറയാൻ തോന്നുന്നത്? ഈ അടുത്ത് കണ്ടത്, ഞാനത് കൊറോണ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനത് ഇതായിരുന്നു, OTT റിലീസാണെന്ന് തോന്നുന്നു. ഒരു തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞൊരു സിനിമ, ചെറിയ കൊച്ചു ഫിലിം. പക്ഷെ അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്നില്ല. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ അതിന്റെ A to Z നമുക്കൊന്നും പറയാം, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒരു മൈന്യൂട്ടായിട്ട് അതിന്റെ ഒരു നെഗറ്റീവ് പോയിന്റ് പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് അത്രയും തീർച്ചയായും ആ ഒരു നാടൻ കഥാപാത്രങ്ങൾ എല്ലാവരും പുതിയൊരു ആളുകൾ വെച്ചിട്ടെടുത്ത്, അതെനിക്ക് ഏറ്റവും ഈ അടുത്തിറങ്ങിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടങ്ങളിലൊന്നും. അതായത് പ്രമേയം സംഭവിക്കുന്ന ഒരു കാര്യം, കല്യാണ വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഒരു ചെറിയ പ്രമേയം, പക്ഷെ അതിന്റെ അവതരിപ്പിച്ച രീതി, അതെ, അതാണ് അതിന്റെ സൂപ്പറായി കഴിഞ്ഞിരിക്കുന്നത്. കാഞ്ഞങ്ങാട്ടിലെ ഒരു മിനിറ്റ്, കാഞ്ഞങ്ങാടുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്ത്, അത് ആടിയിൽ തന്നെ ആൾക്കാരാണ്, അവിടെ തന്നെയുള്ള ആൾക്കാരാണ് എല്ലാവരും. ചെറിയൊരു കൊച്ചു പടം, പക്ഷെ അത് തിങ്കളാഴ്ച നിശ്ചയം. തിങ്കളാഴ്ച പറഞ്ഞാൽ അതൊരു പാട്ടാ. പോപ്പുലർ ആയിട്ടൊരു ആക്ട്രസ് ഒന്നുമില്ല അതിൽ, എല്ലാം സാധാരണക്കാര്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 1-2 പടങ്ങൾ അഭിനയിച്ച ആൾക്കാരാണ് അതിൽ. പക്ഷെ ഇപ്പൊ അവര് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്, അതിൽ അഭിനയിച്ച മെയിൻ ആൾക്കാർ. അവരുടെ കഴിവുകള് തിരിച്ചറിഞ്ഞ അവർക്ക് അവസരം കൊടുക്കുന്നുണ്ട്. ഈ അടുത്ത് നമുക്ക് സാബു കുറച്ച് നമുക്ക് ആരാ, നൗഫലിലാണോ കൃഷ്ണയാണോ പറയുന്നത്? കൃഷ്ണ വളരെ എന്താ പറയാ, ഗൗരവപരമായിട്ട് സിനിമയെ കാണുകയും, ഞാൻ കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ടു യൂട്യൂബ് ചാനലിൽ, ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. മലയാള പാഠം എന്നാണ് യൂട്യൂബിന്റെ അല്ലേ പേര്? എന്താ പറയാ, തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ കേരള വർമ്മ കോളേജിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള അധ്യാപികയാണ്, മലയാളം. നൗഫൽ ഒരു എഴുത്തുകാരനാണ്. കഴിഞ്ഞ ചർച്ചയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതിലുണ്ടായിരുന്നു ഒരു പുസ്തകം. അപ്പൊ ആളും ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. രാപ്പകലിന്റെ ആണോ നൗഫൽ? അതെ, സഹസംവിധായകനായിരുന്നു. രാപ്പകൽ മൂവിയുടെ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നൗഫൽ. അപ്പൊ എനിക്കൊന്ന് കൃഷ്ണയെന്ന് നമുക്ക് കേൾക്കാം. വളരെ വിലയേറിയ അഭിപ്രായങ്ങളായിരിക്കുന്നു, എനിക്ക് ഉറപ്പുണ്ട്. കാതോർത്തിരിക്കുന്നു. ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേൾക്കാനുണ്ടോ? പിന്നെ കേൾക്കാം. ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയാൻ പല സിനിമകളും ഉണ്ടാവും. പക്ഷെ മറ്റുള്ളവർ കാണണം എന്ന് പറയാൻ തോന്നുന്ന കുറച്ച് സിനിമകളുണ്ട്. അതിലൊന്ന് KG ജോർജിന്റെ മറ്റൊരാളാണ്. അത് 87-ലാണ് ആ സിനിമ ഇറങ്ങണത്. 87-ല്. ഞാൻ ആ സിനിമ കാണുന്നത് 90 ഒക്കെ ആയിട്ടാണ് തോന്നുന്നു. 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സിനിമ കാണുന്നത്. ആ സിനിമ ഒരുപക്ഷെ ആ കാലത്ത് ഒരിക്കലും ഒരു ചലച്ചിത്രകാരൻ എടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു കഥാപരിസരമാണ്. അതിന്റെ മൊത്തത്തിൽ ക്യാരക്ടറൈസേഷനൊക്കെ അങ്ങനെ തന്നെയാണ്. കരമനയാണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കരമന, സീമ, മമ്മൂട്ടി, പിന്നെ ഉർവശി, പിന്നെ ജഗതി, ഇത്രയും പേരാണ് പ്രസിദ്ധരായിട്ടുള്ളവർ. മറ്റൊരാളിന് ഉള്ള ആ പേര്, ആ ഒരു വാക്കിന് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് എന്നുള്ളതാണ്. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്നാൽ രേഖയോടെ ഞാൻ ആദ്യം പറയുന്നത് കാണണം ആ സിനിമ. തീർച്ചയായിട്ടും. KG ജോർജിന്റെ സിനിമകളുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഈ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആന്തരിക ജീവിതവും പുറമേയുള്ള ജീവിതവും അതിന്റെ സംഘർഷമൊക്കെ അവതരിപ്പിക്കുന്ന സിനിമകളാണ് മിക്കതും. അതില് ഈ മറ്റൊരാൾ എന്നുള്ള വീട് വിട്ട് ഇറങ്ങി പോകുന്ന ഒരു സ്ത്രീയെ ആണ് കാണിക്കുന്നത്. ഇപ്പൊ വീട് വിട്ട് ഇറങ്ങി പോവുക എന്ന് പറഞ്ഞാൽ എളുപ്പം കഴിഞ്ഞു.
പക്ഷെ അവരൊരു ഭർത്താവിനെയും 2 മക്കളെയും ഉൾക്കൊള്ളുന്ന വീടിനെയാണ് വിട്ടിട്ട് പോകുന്നത് വേറൊരുത്തനോടൊപ്പം. ഇവരെക്കാൾ പ്രായം കുറഞ്ഞൊരു പുരുഷനോടൊപ്പമാണ് പോകുന്നത്. ഇത് സ്ഥിര സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? നമ്മള് ചിലപ്പോ ഇപ്പൊ കൂടുതലായിട്ടുണ്ട്. 80കളേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ അതുണ്ട് എന്നാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമ്മളത് ഒന്ന് കേട്ട് രണ്ടാമത് തന്നെ ആ സ്ത്രീയെ ആണ് മിക്കവാറും കുറ്റം പറയുക. സിനിമയിലും ആ സ്ത്രീ എന്തിനാണ് വളരെ സംതൃപ്തമായിട്ടുള്ള പുറമേക്ക് സംതൃപ്തമായിട്ടുള്ള വീട് വിട്ട് പോകുന്നത് എന്ന് പലർക്കും ചോദിക്കാൻ തോന്നും. വളരെ മാന്യനായിട്ടുള്ള ഒരു ഭർത്താവ്, 2 കൊച്ചുകുട്ടികള്, ആ കുട്ടികൾ എന്തായാലും തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്തിനാണ് വീട് വിട്ട് പോകുന്നത്? അതും പോകുന്നത് എങ്ങോട്ടാണ്? ഇതിലും വലിയ മാനസികമായിട്ടുള്ള ഉല്ലാസം തരുന്ന ഒരു സ്ഥലത്തേക്കല്ല താനും. എല്ലാം കൊണ്ടും വളരെയേറെ ഇവർക്കൊരു ഇടം കൊടുക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് അവർ പോകുന്നത്. ഒരു സ്പേസ് അവർക്ക് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഈ ആത്മഹത്യ അവർ ചെയ്യുന്നത്? വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ അവർ സത്യത്തിൽ ആത്മഹത്യ ചെയ്യാണ്. മരിക്കുന്നില്ല, കൊലക്കയറ് എടുത്ത് കഴുത്തിൽ ഇടുന്നില്ല, അല്ലെങ്കിൽ റെയിൽപാളത്തിൽ തല വെക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്താണ് അയാളുടെ പേരെന്താണ്? ഗിരി എന്നുള്ള ഒരാളുടെ ഒപ്പമാണ്. അയാളുടെ ഒരു വർക്ക്ഷോപ്പുകാരനാണ്. അയാളുടെ ഒപ്പമാണ് പോകുന്നത്. ആ ജീവിതം ആത്മഹത്യാ സമാനമായിട്ടുള്ള ജീവിതമാണ്. അവരുടെ ജീവിതം ശരിക്കും എറിഞ്ഞുടക്കുക ചെയ്യുന്നത്. കഥ മുഴുവൻ പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. കഥ പറഞ്ഞാൽ ഒരുപക്ഷെ ഇനി കാണാനിരിക്കുന്നവർക്ക് അത് ചിലപ്പോ രേഖ ഒന്നും കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് കഥ പറയുന്നില്ല. പക്ഷെ അങ്ങേറ്റം കൃത്യമായിട്ടുള്ള രീതിയിൽ മറ്റൊരാളുടെ ജീവിതം നമുക്ക് കാണിച്ചു തരാണ്. ഒരാൾ ഒരിക്കലും മറ്റൊരാളാവില്ല എന്നുള്ള ഒരു കാര്യം. ഇപ്പൊ KG ജോർജിന്റെ പല സിനിമകളിലും ഇങ്ങനെയുള്ള കുറെ എന്താ പറയാ തത്വ ചിന്താപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു തീമാണ്. അതേസമയം അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ വേറിട്ട കുറെ വീക്ഷണങ്ങൾ നമുക്ക് മുന്നിൽ തരുന്ന ഒരു സിനിമയും മറ്റൊരാൾ. അതിനെക്കുറിച്ചുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പുറമേക്ക് നോക്കുമ്പോൾ എന്ത് മനോഹരമായിട്ടുള്ള ദാമ്പത്യ ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷെ ഉള്ളിൽ അവരെന്താണ് ചെയ്യുന്നത്, അവരെന്താണ് അനുഭവിക്കുന്നത്? അപ്പൊ ഇതില് നമ്മളൊക്കെ പറയൂലോ, പെണ്ണുങ്ങളെയാണല്ലോ പെട്ടെന്ന് കുറ്റം പറയാ. അവളുടെ തോന്നിയാസത്തിന് ഇറങ്ങി പോയതാണെന്ന് പറയുന്ന പോലെ അതിലൊരു കഥാപാത്രം, മറ്റേ മുരളിയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അയാൾ പറയുന്നുണ്ട് ഷീസ് ഫ്രസ്ട്രേറ്റഡ് എന്നാണ് പറയുന്നത്. സെക്ഷൽ ലൈഫിൽ ഫ്രസ്ട്രേഷൻ ഉള്ളത് കൊണ്ടാണ് അവർ പോയത് എന്ന് അയാൾ ഇങ്ങനെ പറയുകയാണ്. സെക്സ് മാത്രമാണോ പ്രശ്നം? അല്ല. ഒരു സ്വാതന്ത്ര്യം, സാമ്പത്തികമായിട്ടുള്ള ഒരു തുല്യത, വീട് വിട്ട് സ്വന്തം ഇഷ്ടത്തിന് ഒന്ന് പുറത്തേക്കൊന്ന് നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ. എന്നാൽ ഈ കരമന അവതരിപ്പിക്കുന്ന ഭർത്താവ്, അയാൾ വളരെ വായനാശീലമൊക്കെ ഉള്ള ആളാണ്. അയാൾ മമ്മൂട്ടിയായിട്ട് സൽമാൻ റുഷ്ദിയുടെ പുതിയ പുസ്തകത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. 87-ലാണല്ലോ. അപ്പൊ അന്ന് റുഷ്ദിയുടെ ഒരു പുസ്തകം ഇറങ്ങിയ കാര്യമൊക്കെ അയാളൊരു എഴുത്തുകാരനൊക്കെയാണ്, എഴുത്തുകാരനൊക്കെയാണ്. അപ്പൊ അയാൾ പറയുന്നുണ്ട്, ഇപ്പൊ ഏതാ പുതിയ പുസ്തകം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സൽമാൻ റുഷ്ദിയുടെ ഒരു പുസ്തകമാണ് ഇപ്പൊ ഞാൻ പുതിയത് വായിച്ചത്. അത് ഫിക്ഷൻ അല്ല, അത് നിക്കരാഗ്വയിൽ പോയിട്ടുള്ള ഒരു യാത്രാനുഭവമാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ കരമന ചോദിക്കുന്നുണ്ട്, എനിക്ക് ആ പുസ്തകം വേണം, എനിക്കിപ്പോ ഫിക്ഷൻ അല്ലാത്തതാണ് എനിക്ക് താല്പര്യം. ഫിക്ഷൻ വേണ്ടേ ജീവിതത്തിൽ നിന്ന് ചിലപ്പോ നമുക്ക് ചോദിക്കാൻ തോന്നും. ഇതൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ചോദിക്കാൻ. 90-ലാണ് ഞാനിത് കണ്ടതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന ചില കാര്യമാണല്ലോ എന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷെ ഓരോ വർഷം കഴിയുമ്പോൾ ഈ സിനിമ എനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ഈ സിനിമയെ കുറിച്ചുള്ള ചിന്തകൾ കൂടുതലായി വരികയാണ് ചെയ്തത്. അപ്പൊ ഇയാൾ പറയുന്നുണ്ട് അയാൾ നല്ല വായനക്കാരനൊക്കെയാണ്. ഈ കരമനയുടെ ഭർത്താവ് വളരെ ഡീസന്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. അയാൾക്ക് യാതൊരു തരത്തിലും ഇതൊന്നുമില്ല. ഓഫീസിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, വീട്ടിലും സ്ട്രിക്റ്റ് ആണ്. മകൻ ഒരു പ്രാവശ്യം ബാറ്റ് കളിക്കണ്ടല്ല, ക്രിക്കറ്റ് കളിക്കുന്ന സമയത്താണ് ഇയാൾ ഓഫീസിൽ നിന്ന് വരണത്. അടിക്കാനെടുത്ത ക്രിക്കറ്റ് ബാറ്റ് പിന്നിലേക്ക് ഇട്ടിട്ടാണ് ആ കുട്ടി ഓടിപ്പോണത്. അത്രയും ഒരു സ്ട്രിക്റ്റ് ആയിട്ടാണ് അയാൾ വളർത്തുന്നത്. എന്നാലോ ചിലരൊക്കെ സ്ട്രിക്റ്റ് ആവണം മക്കളോട് എന്ന് പറയുന്നവർക്ക് ഇയാൾ ഒരു ഉത്തമനായ കുടുംബസ്ഥനാണ്. ഭാര്യയും ഭർത്താവും ഒന്നും കണ്ണിൽ നോക്കുന്നു പോലും ഇല്ല.
ഇയാളുടെ ആവശ്യം മുഖം കഴുകുമ്പോൾ തോർത്തെടുത്ത് കൊടുക്കാനും ഭക്ഷണം വിളമ്പി കൊടുക്കാനും ഒക്കെയുള്ള ഒരു ആളാണ് ഭാര്യ. അല്ലാണ്ട് വേറെ ഒന്നും വൈകാരികത അല്പം പോലും ഇല്ല. ഒരു കിടക്കയില് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് യന്ത്രം പോലെ കിടക്കുന്ന ജീവിതമാണ് ആ കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ മുന്നില് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ജീവിതത്തിൽ. എന്തുകൊണ്ട് ഇതൊന്നും പുറത്തേക്ക് എടുക്കുന്നില്ല നമ്മൾ? ഫിക്ഷൻ ഇല്ലാത്ത എഴുത്താണ് ഇഷ്ടം എന്ന് പറയുന്നത് പോലെ സെക്സോ, പ്രേമമോ, പരിഗണനയോ, കാരുണ്യമോ, വെറുമൊരു സൗഹൃദം, വെറുമൊരു സൗഹൃദം അല്ല കേട്ടോ, സൗഹൃദമാണ് ഏറ്റവും വില പിടിച്ചത്. അതൊന്നുമില്ലാതെ വെറുതെ ഒരു ലോക്യ വർത്തമാനം പോലും ഇല്ലാതെ ഡ്രൈ ആയി പോകുന്ന ദാമ്പത്യങ്ങൾ. അവിടെ ഒരു സ്ത്രീ എന്താണ് ചെയ്യാനുള്ളത്? ആ സ്ത്രീ ഒരിക്കലും വലിയ സന്തോഷമായിട്ട് ജീവിക്കാം എന്നൊന്നും വിചാരിച്ചിട്ടല്ല അയാളുടെ ഒപ്പം പോണത്. അയാളൊരു വളരെ അയാള് പിന്നെയും വേറെ പെൺകുട്ടിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരാളാണെന്ന് ഈ സ്ത്രീക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കുമല്ലോ. അല്ലാതെ ഇനി സുഖമായിട്ട് ജീവിക്കാന്നൊന്നല്ല വിചാരിക്കുന്നത്. അതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇത് മറ്റേ CV ബാലകൃഷ്ണന്റെ കഥയാണ് കേട്ടോ ഈ സിനിമയിലേക്ക് എടുത്തത്. ബാലകൃഷ്ണന്റെ കഥയിൽ ആ ഒരു കാര്യം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്, ഇവര് പോയിട്ട് ഈ സുശീല എന്നാണ് അത് വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു പേരായിപ്പോയി അല്ലെ. സുശീല എന്നാണ് ആ വീട്ടമ്മയുടെ പേര്. സുശീല ഇറങ്ങി പോയിട്ട് അന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞേക്കാണ്, ഇങ്ങനെ ഇന്ന ആളുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട് എന്ന്. ഇതെന്തൊരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പുനർ വായിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആശയം തരുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ അതിപ്പോഴും പഠിക്കാൻ ഒരുപാട് സാധ്യതകൾ നമുക്ക് തരുന്ന ഒരു സിനിമ എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാൻ തോന്നുന്നത്. നല്ലൊരു സജഷനാണ്. മറ്റൊരാൾ, എനിക്ക് തോന്നുന്നത് ഇത് കേട്ട എല്ലാരും തന്നെ ഉറപ്പായിട്ടും ആ സിനിമ ഒന്ന് എടുത്ത് നോക്കും തോന്നുന്നു. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല. കണ്ടതായിട്ട് ഓർക്കുന്നില്ല. 88-ലൊക്കെ ആയതുകൊണ്ട് എന്തായാലും കണ്ടു കാണാൻ സാധ്യതയില്ല. പക്ഷെ ഇത്തരം ആഴത്തിലൊന്നും ആ സമയത്ത് ചിന്തിച്ചിട്ടില്ല. 88 എന്നൊക്കെ പറയാം. 88-ലാണ് ആ ഫിലിം റിലീസ് ആയത്. അതിൽ ഈ കടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമേജ് എന്ന് പറയുന്നത്. കടൽ തീരത്ത് ഈ കരമനയും മമ്മൂട്ടി കൂടി പോയിരിക്കുന്ന 1-2 ഭാഗങ്ങളുണ്ട്. അപ്പൊ അതിലൊരു സമയത്ത് പറയും, സ്ട്രീൻബർഗിന്റെ ഒരു നാടകത്തിൽ ഒരു ഭാഗമുണ്ട്. ഒരു കുട്ടി നാവികനോട് ചോദിക്കുകയാണ്, ഈ കടൽ വെള്ളം എന്താണ് ഇപ്പൊ ഉപ്പായിട്ടിരിക്കുന്നത്? കടൽ യാത്രക്കാർ മിക്കവാറും കരയും, അവരുടെ കണ്ണീര് വീണാണ് ഇത് ഉപ്പായി പോയത് എന്ന് അയാൾ പറഞ്ഞു എന്നുള്ള ഒരു വാചകമുണ്ട്. അത് കരമന എടുത്തു പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ. അയ്യോ, അത് എന്തൊരു ഇതായിട്ടാണ് മനസ്സിലിങ്ങനെ കൊള്ളുക. എനിക്കത് പറയാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് നമ്മള് ഇതായി പോകും. ഇതൊക്കെ അറിയാം അയാൾ പറയുന്നുണ്ട്, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പല്ല, ഏകാന്തതയാണ്. ഏകാഗിയായിരിക്കുമ്പോഴേ ഒരാൾ അത് അറിയൂ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അറിയുന്ന ആളാണ്, സിദ്ധാന്തങ്ങളൊക്കെ അറിയാം, പക്ഷെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ സോകോൾഡ് ആദർശാത്മക ദാമ്പത്യങ്ങളൊക്കെ എന്നുള്ള ഒരു കൂടി. KG ജോർജിന്റെ സിനിമകളൊക്കെ തന്നെ അങ്ങനെയാണല്ലോ. ആന്തരികമായിട്ടുള്ള കുറെ നോട്ടങ്ങള് എയ്യുന്ന സിനിമകളാണല്ലോ, ഇരകളായാലും ഒക്കെ. അപ്പൊ അത് അങ്ങനെയാണ് ആ സിനിമയുടെ. വളരെ സന്തോഷമുണ്ട് ഈ ഒരു മറ്റൊരാളിനെ കുറിച്ച് ഷെയർ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വളരെ പ്രാക്ടിക്കൽ ആണെങ്കിലും എന്താണ് മിസ്സിങ് എന്നുള്ളത്, ഈ ഫിക്ഷൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ആ ഒരു ലൈഫിന്റെ മറ്റൊരു ഷെയ്ഡാണ്. ഒരു സിനിമ കണ്ട പോലെ ആയിപ്പോ ആ സിനിമ കണ്ട. ഇനി നമുക്ക് ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ചു വരാം കൃഷ്ണയിലേക്ക്. സമയം ഉണ്ടെങ്കിൽ ഇരിക്കാം. ശരി, ഞാനിവിടെ ഇരിക്കാം. കുഴപ്പമില്ല. സോറി ഞാൻ മ്യൂട്ടായിരുന്നു. സോറി. നൗഫൽ സംസാരിച്ചോളൂ. കേൾക്കുന്നുണ്ടോ ശബ്ദം? ഇന്ന് ക്ലിയർ ആണ്. ഈ ബാക്കിൽ ഒരു ട്രാൻസിസ്റ്റർ ഒക്കെ കാണുന്നുണ്ടല്ലോ. അത് ഇവിടെ ഉള്ളതാണ്. എന്റെ പഴയ ഒരു നൊസ്റ്റാൾജിക്കാണ്. ഈ പണ്ടത്തെ ടൈപ്പ് ഒരു റേഡിയോ വാങ്ങിച്ചു വെച്ചാ. വർക്ക് ചെയ്യുന്നതാണോ? പഴയ വർക്ക് ചെയ്യുന്നതാണ്.
പണ്ടത്തെ സംഭവങ്ങളാണെങ്കിലും എല്ലാം പുതിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അത് കാണാൻ പഴയ പോലെ ഇരിക്കുന്നേ ഉള്ളൂ. വെരി നൈസ്, വെരി ആ, നൈസ്. അപ്പൊ ഇപ്പൊ ഈ കേട്ടു മാഡം പറഞ്ഞ പോലെ ഇപ്പൊ ഈ സിനിമയെ പറ്റിയൊക്കെ ഇപ്പം അഭിപ്രായം പറയാനും എഴുതാനും ഒക്കെ ഭയങ്കര പേടിയാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ചില പുസ്തകത്തിനെ പറ്റിയൊക്കെ എഴുതുന്നതല്ല, സിനിമയെ പറ്റി കാര്യം ആസ്വാദന രീതി പോലും ഓരോ ആൾക്കാരുടെ. അപ്പം ചില സിനിമകൾ സൂപ്പർ സ്റ്റാറിന്റെ ചില സിനിമകളൊക്കെ വളരെ വിജയിച്ച സിനിമകളൊക്കെ മോശമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പ്രൈവറ്റിലും അല്ലാതെയൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഓരോ ആൾക്കാരുടെ ഒരു അഭിരുചിയും ആസ്വാദന രീതിയും പോലെ ഇരിക്കും. കാര്യം പണ്ട് കാലത്ത് സിനിമയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു ബാല്യ കൗമാര കാലത്ത് എല്ലാ സിനിമയും ഇഷ്ടമായിരുന്നു. അന്ന് ആ സിനിമ എന്ന മീഡിയം എനിക്കറിയാം വീട്ടില് ഫാദർ മദർ ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചു പോയി സിനിമ കാണുന്ന ഒരു ശീലമായിരുന്നു പണ്ടേ. അപ്പൊ ആരെ സംവിധാനം ഒന്നും അറിയത്തില്ല. അപ്പൊ ജയന്റെ സിനിമകള്, നസീറിന്റെ സിനിമകള്, നസീറിന്റെ അങ്ങനെയൊക്കെ പോയി കാണും. മിക്കവാറും പല സിനിമകളൊക്കെ അന്നൊക്കെ എന്ന് പറയുമ്പോൾ അവ്യക്തമായിട്ട് ഓർത്തിരിക്കുന്നെങ്കിലും അന്ന് ഇഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് സ്കൂളിലോട്ട് ഒറ്റയ്ക്കൊക്കെ പോകാൻ തുടങ്ങിയ സമയത്ത് 8ാം ക്ലാസ്സിൽ ഹൈസ്കൂളിൽ വന്ന സമയത്ത് ഒറ്റയ്ക്ക് സിനിമ കാണാൻ തുടങ്ങിയത്. അപ്പൊ ആ സമയങ്ങളൊക്കെ ചറപറ എല്ലാ സിനിമകളും കാണുമായിരുന്നു. ഈ പറഞ്ഞ പ്രിയദർശന്റെ സിനിമകൾ അങ്ങനെയുള്ള സത്യനത്തിൽ എല്ലാം കണ്ട് ഇഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയ ഒരു വ്യത്യാസം അന്നും ഈ അടൂർ ഗോപാലകൃഷ്ണന്റെയും അരവിന്ദന്റെയും ഒക്കെ അങ്ങനെയുള്ള പടങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ സാധനങ്ങളൊന്നും അന്ന് ദഹിക്കാറില്ലായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഈ ആസ്വാദന രീതി മാറി എന്നുള്ളതാണ്. അപ്പം ഈ പണ്ട് കാലത്ത് അന്ന് ബാല്യ കൗമാര കാലത്ത് പെട്ടെന്ന് ഇഷ്ടം തോന്നിയ ചില സിനിമകളൊന്നും പിന്നീട് ഇപ്പൊ ഇഷ്ടമല്ല. ഒരു തവണയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്ന് ദഹിക്കാതിരുന്ന സിനിമകൾ പലതും ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചില സമയങ്ങളിലൊക്കെ കണ്ട സിനിമകൾ തന്നെ, ഉദാഹരണത്തിന് ഇപ്പൊ ഈ മാഡം പറഞ്ഞ പോലെ തന്നെ KG ജോർജിന്റെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ഗ്രാമത്തിൽ പോയതുപോലെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉൾപ്പെട്ട പോലെ തോന്നും. കാര്യം ഏറ്റവും ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ. പിന്നെ മേളയുണ്ട്, പിന്നെ യവനിക എന്ന് പറഞ്ഞ സിനിമ. ഇതൊക്കെ കാണുമ്പോൾ യവനികയിലൊക്കെ വരുന്ന സമയത്ത് എനിക്കൊന്നും മമ്മൂട്ടിയൊന്നും അല്ല, സൂപ്പർ സ്റ്റാറൊന്നും അല്ല. അതിനകത്ത് ആരാ സൂപ്പർ സ്റ്റാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സൂപ്പർ സ്റ്റാറുകളാണ്. അങ്ങനെയാണ്. KG ജോർജ് ആണ് മെയിനായിട്ട് അതിൽ സൂപ്പർ സ്റ്റാർ. അപ്പം അങ്ങനെയുള്ള സിനിമകൾ പിന്നെ അന്നും ഇന്നും എനിക്ക് ചെറുപ്പത്തിൽ കണ്ടതും പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടും മാറ്റം വരാതിരുന്ന സിനിമകൾ MTയുടെയും പത്മരാജന്റെ ഒക്കെ. ശരിക്കും ലോഹിദാസിന്റെ സിനിമ വരുമ്പം ഞാൻ 10ാം ക്ലാസ് ആണെന്ന് തോന്നുന്നു. അതും ആ സിനിമകളൊക്കെ അന്ന് ഇഷ്ടം തോന്നിയ സിനിമകൾ പിന്നെ അതിനൊരു മാറ്റവും വരാതെ ഇപ്പൊ കണ്ടാലും ആ സിനിമകളൊക്കെ ഇഷ്ടം, ശരിക്കും നല്ല രീതിയിൽ ഇപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ പണ്ട് കാലത്തുള്ള ഈ പറഞ്ഞ പ്രിയദർശന്റെ സിനിമകൾ, ബോയിങ് അങ്ങനെയുള്ള ചിത്രം, അതൊക്കെ അന്ന് ഇഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോഴ് നോക്കുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ KG ജോർജിന്റെ സിനിമകളോ അല്ലെങ്കിൽ MTയുടെ അല്ലെങ്കിൽ പത്മരാജന്റെ ആ സിനിമകൾ പോലെ നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതില്ല. വീണ്ടും കാണാൻ ചിലപ്പം തോന്നിയിട്ടില്ല. ഓരോരുത്തരുടെ ആസ്വാദന രീതിയായിരിക്കും. അപ്പം അതുപോലെ തന്നെ പിന്നെ അടൂറിന്റെ പടങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തിനു വേണ്ടി ഇങ്ങനെ എടുക്കുന്നത്, ആള് കയറാത്ത പടങ്ങൾ. പക്ഷെ ഇപ്പോഴാ ആ സിനിമകളൊക്കെ കാണുമ്പോൾ മിക്കവാറും പല സിനിമകളും, എല്ലാ സിനിമയൊന്നും ചിലപ്പോൾ ദഹിക്കാൻ പറ്റിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളായിട്ടായിരിക്കും ഇഷ്ടം തോന്നി. അതുപോലെ എടുത്തു പറയേണ്ടത് ചിദംബരം എന്നൊരു സിനിമ. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ അതിന് അവാർഡ് കിട്ടി, ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും കിട്ടിയപ്പോഴത്തേക്കൊക്കെ അതിശയം തോന്നി. വളരെ സൈലന്റ് ആയിട്ടുള്ള സിനിമ. ഈ അടുത്ത സമയങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ ഞാൻ വെറുതെ ഇരുന്നത് കാണുന്നു. അന്നേരമാണ് അപ്പം നമ്മുടെ ആസ്വാദനത്തിന്റെ കുഴപ്പമായിരുന്നു ചെറുപ്പത്തിലെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതിൽ പലരോടും അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ കണ്ട പണ്ട് ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണെങ്കിലും ഇപ്പൊ നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും. കാര്യം അത് നമ്മുടെ കുഴപ്പമാണ്, അവരുടെ കുഴപ്പമല്ല. നമ്മുടെ അന്നത്തെ ആസ്വാദനത്തിന്റെ പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ പുതിയ തലമുറയൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ശ്രീനിവാസൻ സത്യനന്ദിക്കാടിന്റെ സിനിമകൾ അന്നും ഇന്നും എനിക്ക് ഇഷ്ടം തന്നെയാണ്. എനിക്ക് ചിരിക്കാൻ വളരെ രസകരമായ സിനിമകളായുണ്ട്. സന്ദേശമായി തന്നെ, നാടോടിക്കാറ്റായി തന്നെ, അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടമാണ്. അത് ഈ അടുത്ത സമയങ്ങളിലൊക്കെ പുതിയ ആൾക്കാരിലുള്ള പ്രതീക്ഷയിൽ സുഡാനി ഫ്രം നൈജീരിയ നല്ല സിനിമയായിട്ട് തോന്നി. തൊണ്ടി മുതൽ നല്ല സിനിമയാണ്. അതുപോലെ എനിക്കിഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ തിങ്കളാഴ്ച നിശ്ചയം വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ ഈമയ്യോ എന്നും പറഞ്ഞ സിനിമ വന്നായിരുന്നല്ലോ, ഈശോ മറിയ മാസേത്ത് ഈമയ്യോ. അതൊരു മരണ വീട്ടിൽ നടക്കുന്ന ഒരു ഒറ്റ രാത്രി കൊണ്ട് അവസാനിക്കുന്ന സിനിമയാണ്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ നമ്മൾ വളരെ അട്രാക്റ്റീവ് ആയി പോകും. ആ രീതിയിലാണ് മേക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ വളരെ ചിദംബരത്തിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഏതാ ചിദംബരം ഈ വ്യാഴാഴ്ചകളിൽ ഇപ്പൊ എന്നും കാണുന്ന? എന്ന് മിക്കവാറും കാണുന്നത് ഞാൻ ഒരുപക്ഷെ ഇന്നലെ ഓർത്തില്ല, അല്ലെങ്കിൽ ഇന്നലെ കൂടെ കണ്ടാണ്. അപ്പം ഈ ചിദംബരം സിനിമയില് പിന്നെ
ഗോപിയാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഗോപിയുണ്ട്, ശ്രീനിവാസനുണ്ട്. അപ്പൊ ഒരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം. ഒരു ഫോട്ടോഗ്രാഫറായിട്ട് ഒരു ഫാം ഹൗസില് പിന്നെ അവിടുത്തെ പശുക്കളെയൊക്കെ നോക്കുന്ന ആയിട്ടാണ് ശ്രീനിവാസൻ. അപ്പൊ നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു മ്യൂസിക്കും പിന്നെ ആ സിനിമ ട്രീറ്റ് ചെയ്ത രീതിയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രാമത്തിൽ പോയതുപോലെ തോന്നും, നമുക്ക് ആ നാട്ടിൽ. അപ്പൊ അത് ഒരു തവണ ഒന്ന് എടുത്ത് ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും ആ സൈസ് സിനിമകൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പിന്നെ ഇതുപോലുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ കാണാതെ നമ്മൾ ഈ പറഞ്ഞ വെറും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള സിനിമകൾ, ഇപ്പോഴീ സിനിമ ഒരു ബിസിനസ് ആയിട്ട് ഒരു ഏറ്റവും ഒരുപാട് ആൾക്കാർ അല്ലെ 60 ഭേദമില്ലാതെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലാമീഡിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ബിസിനസ് ആയിട്ട് മാത്രവും കൂടെ ഇതിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഒരു നേരം പോക്കെന്നും പറഞ്ഞു പലരും പറയാറുണ്ട്, നമുക്ക് ശരിക്കും ഒന്ന് രസിക്കണം, ശരിക്കും ഒരു നേരം പോക്കിനായിരുന്നു. പക്ഷെ അതിനെക്കാട്ടൊക്കെ അപ്പുറം ഒരു വല്ലാത്ത അനന്തമായ ഒരു സാധ്യതയുണ്ട്. അതൊന്നും നമ്മൾ അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് കാണുന്നത് ശരിക്കും അങ്ങനെയുള്ള സിനിമകൾ കാണുന്നത് വളരെ ശരിക്കും അത് നല്ലതായിരിക്കും. നമ്മുടെ ആസ്വാദന രീതിയിൽ വ്യത്യാസം വരും. ഇതുപോലുള്ള സിനിമകൾ ഇപ്പം വളരെ വിഷമത്തോടു കൂടി പറയുകയാണ്, ഈ അടുത്ത സമയങ്ങളിൽ ഇറങ്ങിയ ഈ മോഹൻലാലിന്റെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെയോ ചില സിനിമകളൊന്നും നമുക്ക് കാണാനുള്ള ഒരു ക്ഷമയില്ല. എന്റെ ആസ്വാദനത്തിന്റെ പ്രശ്നമായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ പണ്ടൊക്കെ മോഹൻലാലിന്റെ ഒക്കെ സിനിമകൾ കണ്ടാണ് നമുക്ക് ഇഷ്ടം തോന്നിയെങ്കിലും എനിക്ക് ഇതുവരെ ഇറങ്ങിയ മലയാളത്തിൽ ഇറങ്ങിയ ഇഷ്ടപ്പെടാത്ത 10 സിനിമ എടുത്താൽ അതിൽ ലൂസിഫറും പുലിമുരുകനൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും വല്ലവരോടും പറയാൻ പറ്റൂ? പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തല്ലിക്കൊല്ലത്തിൽ ഇത്രയും വിജയിച്ച സിനിമ. അത് എന്തോ ശരിക്കും റിയാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ സിനിമ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ്. നമ്മൾ നല്ല സിനിമകൾ കണ്ടാൽ നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞോട്ടെ. അല്ല, അതായത് ഇപ്പൊ ഇതുപോലുള്ള കൊമേഴ്ഷ്യൽ ഫിലിമും ആവശ്യമല്ലേ? നമ്മൾ വെറും ആവശ്യമാണ് കൊമേഴ്ഷ്യൽ സിനിമ. ഞാൻ കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് എതിരല്ല. കാര്യം ദേവാസുരം എന്ന സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ദേവാസുരം സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ദേവാസുരം അന്നത്തെ മാടമ്പിത്തരത്തിൻ്റെത് മാത്രമല്ല. നമ്മൾ ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സിനിമ ശരിക്കും കർട്ടൻ പൊങ്ങി സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കഥാപാത്രം വന്ന് സംസാരിക്കുന്നു, അതിന് മറുപടി വേറെ ആൾ പറയുന്നു. നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ ഇപ്പൊ ഈ സിനിമയുടെ ആ ഒരു നിലവാരത്തിന്റെ ഏകദേശം നമുക്ക് അതായത് ശരിക്കും മനസ്സിലാവും. അതൊരു പക്ഷേ ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്തപ്പം അതിന്റെ എഴുത്തുകാരായിട്ടുള്ളവരുടെ കൂടെ ഗുണമാണെന്ന് തോന്നുന്നു. കാര്യം ഈ പറഞ്ഞ പുലിമുരുകനോ അല്ലെങ്കിൽ ഈ ലൂസിഫറോ ഇതൊക്കെ എഴുതിയിട്ടുള്ള എഴുത്തുകാരെ പറ്റി നമ്മൾ റിസർച്ച് ചെയ്ത ഇവരൊന്നും ഈ സിനിമയിൽ വന്ന് സക്സസ് ഉണ്ടാക്കിയെന്നല്ലാതെ ഒരുപാട് അങ്ങനെ നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്ന സിനിമകൾ സമ്മാനിച്ച ആൾക്കാരാണോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. ഇപ്പം ആ സമയത്തുള്ള എഴുത്തുകാർ നമുക്കില്ല. ആ സമയത്തുള്ള എഴുത്തുകാർ ആരും ഇപ്പം അത്രയും വലിയൊരു എഴുത്തുകാർ നിൽക്കില്ലല്ലോ. എഴുത്തുകാരുടെ ഒരു അഭാവമുണ്ട്. ശരിക്കും പറഞ്ഞാല് എഴുത്തുകാരുടെ ഒരു നന്നായിട്ട് മലയാള സിനിമയിലുണ്ട്. കാര്യം അന്നൊക്കെ എന്താന്ന് വെച്ചാൽ പത്മരാജൻ, MT, ലോഹിതദാസ്, ടി ദാമോദരൻ മാഷ്, രഘുനാഥ് പലേരി, അങ്ങനെ നമുക്ക് വളരെ സമ്പന്നമായ, പിന്നെ അടൂരിന്റെ സിനിമകളൊക്കെ അദ്ദേഹം തന്നെയാണ് എഴുതുന്നത്. അപ്പൊ ഇപ്പം ഒരുപാട് എഴുത്തുകാരൊക്കെ വരുന്നുണ്ടെങ്കിലും എല്ലാവരും ഇങ്ങനെ കൊമേഴ്സ്യലി അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോവുകയാണ്. അപ്പൊ അതുകൊണ്ടുകൂടി ആയിരിക്കണം. ഇപ്പം ഇതുപോലെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ചിലർക്ക് വിചാരിക്കും ഞാനിപ്പോ ഇങ്ങനെ പറയുമ്പോൾ കൊമേഴ്സ്യൽ സിനിമയ്ക്ക് എതിരായിരിക്കും. അല്ല, കാര്യം രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമ ഒരു പുതിയ അനുഭവമാണ് തോന്നിയത്. രാജമാണിക്യം എന്ന സിനിമയ്ക്ക് അതിന്റെ ഒരു അത് വിജയിക്കുകയും ചെയ്തു. അതെനിക്കെന്തോ ഇഷ്ടപ്പെട്ടു, അതിന്റെ ഒരു രീതിയും മേക്കിംഗ് ഒക്കെ വെച്ചു. പക്ഷെ എന്ന് കരുതി മമ്മൂട്ടിയുടെ വിജയിച്ച എത്രയോ സിനിമകൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ പലപ്പോഴും എഴുത്തുകാരെ നോക്കാറുണ്ട്. പിന്നെ എപ്പോഴും എത്ര കണ്ടാലും മടുക്കാത്തത് ഈ പറഞ്ഞ KG ജോർജിന്റെ സിനിമകൾ. അത് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് രീതികളും വല്ലാത്തൊരു. അപ്പൊ KG ജോർജിന്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും സ്ഥിരം കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം. നമ്മൾ അത് കാണാത്തത് കൊണ്ടാണ്. അങ്ങനെ അവരൊക്കെ ശരിക്കും അത് മരണത്തിന് ശേഷമാണ് പത്മരാജൻ പോലും അധികം ശ്രദ്ധിക്കപ്പെട്ടത്. പത്മരാജന്റെ സിനിമകളെ പറ്റി അല്ലെങ്കിൽ പത്മരാജനെ പറ്റിയൊക്കെ എല്ലാവരും വാഴ്ത്തുന്നെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം ഒന്നും വലിയ ഒറ്റ സിനിമ പോലും അത്ര വലിയ ഹിറ്റ് ആയിട്ടുണ്ടോ, അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അത്ര സ്വീകാര്യത കിട്ടിയോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. അപ്പം കൊമേഴ്സ്യൽ സിനിമ എന്നൊക്കെ പറഞ്ഞ് വരുന്ന സിനിമ ആൾക്കാർക്ക് രസിക്കണം. മീൻസ് സിനിമ നമ്മളെ ത്രസിപ്പിക്കണം. അത് വെറൊരു എന്റർടൈൻമെന്റ്, ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് ഒന്ന് ചിരിക്കണം എന്നുള്ള രീതിയാണെങ്കിൽ അങ്ങനെ സിനിമയെ കാണുന്നവരോട്
നമുക്ക് ഇപ്പം പ്രത്യേകിച്ച് എന്ത് പറയാനാണ്, അതിന് സിനിമ വേണമെന്നില്ലല്ലോ. അപ്പം നല്ല സിനിമകൾ കാണുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിജയിക്കുന്ന സിനിമകൾ, ഈ സിനിമയിലേക്ക് വരുന്ന നിർമ്മാതാക്കൾക്ക് അത് എങ്ങനെയും വിജയിപ്പിക്കുക എന്നുള്ള അതിനുള്ള ചേരുവകൾ അവർ ചെയ്യും. അതിനുവേണ്ടി നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ ഇന്ന് നിന്നു കൊടുക്കുകയാണ്. അവർക്കും വേണ്ടത് വിജയമാണ്. അപ്പോൾ വിജയം ആവശ്യമാണെന്ന് ചോദിച്ചാൽ ഈ സിനിമകളൊക്കെ നേരത്തെ ഞാൻ ഈ പറഞ്ഞ സിനിമകളൊക്കെ തന്നെ വിജയിച്ച സിനിമകളായിരുന്നു. ഈ മേളയാണെങ്കിലും പിന്നെ ഈ ചിദംബരമൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു സായുജ പറഞ്ഞ ഇപ്പൊ പുലിമുരുകൻ അല്ലെങ്കിൽ ലൂസിഫർ എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ ആസ്വാദനമാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അത് മാത്രമല്ല, ആസ്വാദന ഒരു രീതിയിൽ genre of വന്ന movies. മാറ്റമാണ്. പഴയ ആസ്വാദന മാറ്റമുണ്ട്. രീതിയിലേക്ക് ആ ഒരു മാറ്റമാണ് മെയിനായിട്ട്. നമ്മുടെ കൂടെ ഒരാൾ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, വിനോദ് രാഘവൻ. വിനോദിന്റെ വീഡിയോ ഓഫാണ്. വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സംസാരിക്കാം. ഇനി നൗഫൽ, താങ്ക് യു കട്ടൻ ക്ലബില് പങ്കെടുത്തതിൽ. ഓക്കെ താങ്ക് യു. ഇപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇതിനെ കൂടി ഒന്ന് കാണാൻ പറ്റി. രാപ്പകലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. രാപ്പകലുണ്ടായിരുന്നു. എനിക്കതുപോലെ കമൽ സാറിന്റെ സിനിമകൾ ഇഷ്ടമായിരുന്നു. ആദ്യം തൊട്ട് എനിക്ക് കമൽ സാറിന്റെ സിനിമകൾ ഇഷ്ടമായിരുന്നു. പറഞ്ഞാല് വേറെ ഏതെങ്കിലും പടം ചെയ്തിട്ടുണ്ടോ? ഞാൻ പി ജി വിശ്വംഭര സാറിന്റെ കൂടെയാണ് ആദ്യം ഒരു പടം, പി ജി വിശ്വംഭര സാറിന്റെ കൂടെ ആനമേലം റൊട്ടം ചെയ്തു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഡോക്യുമെന്ററി ഫിലിം പി പത്മനാഭനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ദൂരദർശന് ചെയ്തിരുന്നു. പിന്നെ 1-2 ഷോർട്ട് ഫിലിമുകൾക്ക് തിരക്കഥ എഴുതി. അതൊക്കെ ഏഷ്യാനെറ്റിനൊക്കെ വേണ്ടിയിട്ട്. കരുനാഗപ്പള്ളി, കൊല്ലത്ത് കരുനാഗപ്പള്ളിയാണ്. ഇപ്പൊ നാട്ടിലാണോ ഉള്ളത്? അല്ല, ഖത്തറിലാണുള്ളത്. ഖത്തറിലാണ്. ഞാൻ ഖത്തറിലാണ്. ഫാർമസിസ്റ്റ് കൂടിയാണ്. ഇവിടുത്തെ ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആണ്. അപ്പൊ ഈ സിനിമയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അഹമ്മദ് ജനറൽ ഹോസ്പിറ്റൽ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ ഉള്ള പരിപാടിയിലും പറഞ്ഞിരുന്നു, ഈ കലാപരിപാടികളൊക്കെ ജീവിത ഉപാധിയായിട്ട് എടുക്കാൻ തക്ക സാഹസികനല്ലാത്തത് കൊണ്ട് ഇതിന്റെ രണ്ടാമതായിട്ടാണ് എടുത്തത്. അതുകൊണ്ടാണ്. പക്ഷെ ഈ മോഹങ്ങളൊന്നും വിട്ടിട്ടില്ല. എന്നാലും ഉള്ളിൽ എരിയുന്ന കനൽ ഒരിക്കൽ ആളി കത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരിക്കൽ തിരിച്ചു പോയി കഴിയുമ്പം ഞാൻ ഖത്തറിൽ വരുന്നുണ്ട്, മീറ്റ് ചെയ്യാം. വിളിച്ചാൽ മതി. നമ്പർ രേഖയുടെ വാങ്ങിച്ചിട്ട് എന്തായാലും കാണാം. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. വിനോദ് രാഘവൻ ഉണ്ടോ? വിനോദിന്റെ വോയിസ് മ്യൂട്ടാണ്. മാഡത്തിന് കൺട്രോൾ ഇല്ല വോയിസ്. മാഡത്തിന്റെ വോയിസ് മ്യൂട്ടാണ്. ഞാനത് മ്യൂട്ട് ചെയ്താണ്. ഒരു സെക്കൻഡ്. ഇല്ല, വിനോദിന്റെ വീഡിയോ ഓണല്ല, വോയിസും ഓണല്ല. അപ്പം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ ഇതില്? ഇപ്പം കേട്ടപ്പോ സ്മാസിന്റെ ലിസ്റ്റ് വന്നിട്ട് കേട്ടത് ഇപ്പൊ ഒന്ന് മിഥുനം പറഞ്ഞു, ഒന്ന് നസീറിന്റെ പടം പറഞ്ഞു, പിന്നെ നമ്മുടെ തിങ്കളാഴ്ച നിശ്ചയം അല്ലെ? നസീറിന്റെ പടം എന്ന് പറയുന്നത് കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? നസീറിന്റെ പടം എന്ന് പറഞ്ഞതേ നസീറിന്റെ ഒരു പടം മാത്രമല്ല, ഞാൻ കണ്ടതിൽ ഏറ്റവും നസീറിന്റെ പടം മാത്രമേ അധികം കണ്ടിട്ടുള്ളൂ. അന്ന് മുതൽ എല്ലാം മിക്കവാറും എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നെറ്റാണോ അവിടുത്തെ നെറ്റാണോ പ്രശ്നം? മ്യൂട്ടായ ആൾക്കാർക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. എന്റെ നെറ്റിന്റെ ആണോ പ്രശ്നം? അതേ തോന്നുന്നു. അതെ. വിനോദ് രാഘവൻ എന്താണ് പുള്ളിക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് കോൾ കൊടുക്കും. പുള്ളി അറിയില്ല, സംഭവം ഒന്നും അറിയില്ല. ഇല്ല, ഞാൻ ഇവിടെ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അത് പറ്റുന്നില്ല. ആളുടെ എന്തോ ഇഷ്യൂ ആയിട്ടിരിക്കും. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കിക്കൂടെ? കാരണം പുള്ളി വിചാരിക്കും ഒത്തിരി വെയിറ്റ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് കരുതില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. നമ്മൾ പറയുന്ന പുള്ളിക്ക് കേൾക്കാറോ, പിന്നെന്താ പുള്ളി
എനിക്കൊന്ന് ചർച്ച കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിരിക്കും. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് വേറെ വാട്സപ്പ് മെസ്സേജ് വരാനായിട്ട്. സായുജ് പറഞ്ഞു കഴിഞ്ഞോ? സായുജ് പോയോ? സായുജും കട്ടായി പോയി തോന്നുന്നു. സാബു വിനോദ് രാഘവൻ ഇതടിച്ചിട്ടേ. സാബു സിനിമയെ കുറിച്ച് പറയുമ്പോ തീർച്ചയായിട്ടും യവനികയെ കുറിച്ചും കൂടി പറയണം. അതായത് നമ്മൾ സിനിമ കണ്ട് തുടങ്ങിയ അടക്ക് കണ്ട ഒരു നല്ലൊരു പിക്ചറായിരുന്നു യവനിക. പിന്നെ അതുപോലെ തന്നെ വേറൊരു പടമുണ്ട്, ചില്ല് എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ടായിരുന്നു, ചില്ല്. അത് ആരാണ് അഭിനയിച്ചത് ഓർമ്മയില്ല കേട്ടോ. നമ്മുടെ ഒരു കണ്ടു തുടങ്ങിയ അതിനാണ്. പക്ഷെ അതും നല്ലൊരു അന്ന് ഇഷ്ടപ്പെട്ട ഒരു പടം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കമലിന്റെ കുറെ പടങ്ങളുണ്ട്. അതായത് നമ്മളെ ഒരു പ്രായത്തിന്, ഇപ്പോഴത്തെ അല്ല കേട്ടോ, അന്ന് കണ്ടുള്ള ഒരു പ്രായത്തിന് പറ്റിയ കുറെ പടങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നിറം സിനിമയിലും അനിയത്തിപ്രാവൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു കാറ്റഗറി നോക്കിയിട്ട് നോക്കി കണ്ടോളൂ. കാഴ്ചകളും കാഴ്ചപ്പാടുകളും രണ്ടാണല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു ചെറിയൊരു പടം വന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക്, ഈ തിങ്കളാഴ്ച നിശ്ചയം പോലെയാണ്, തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞു. അതും ഒരു ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതായത് സിമ്പിൾ പടം. ചിലപ്പോ എന്റെ നാട്ടിൽ എടുത്തുകൊണ്ടായിരിക്കാം എനിക്കത് ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഒരു ശ്രീനിവാസൻ പടമുണ്ട്, പാവം രാജകുമാരൻ. അതൊക്കെ ശരിക്കും നല്ലൊരു ഇഷ്ടപ്പെടുന്ന നല്ലൊരു കാഴ്ച വരുന്ന ഒരു പടങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ആ ചേച്ചി പറഞ്ഞോട്ട് KG ജോർജിന്റെ പടങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അടൂർ ഗോപാലകൃഷ്ണന്റെ പടങ്ങൾ കണ്ടത് പൊന്തൻ മാട വിധേയൻ. അത് ശരിക്കും അവാർഡ് ഫിലിമാണെങ്കിൽ കൂടി സാധാരണക്കാരനും കൂടി ആസ്വദിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ആ പടം കൊടുത്തേക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അത് ഇഷ്ടപ്പെട്ടത്. ഈ കുറെ പടങ്ങളൊക്കെ അവാർഡ് പടങ്ങൾ ഫസ്റ്റ് കണ്ടിട്ട് പകുതി വെച്ച് നിർത്തിപ്പോയിട്ടുണ്ട്. അത് അന്ന് ഗ്രഹിക്കാണ്ടായിരിക്കും. നൗഫൽ ഭായി പറഞ്ഞോട്ട് ചിലപ്പോൾ ഇന്നും നമ്മളത് സാധാരണ നല്ലൊരു മൈൻഡോടെ ഇരുന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമായിരിക്കും. പിന്നെന്താ പറയാ, അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ഇറക്കുന്ന പടങ്ങളിൽ സത്യത്തിൽ നമ്മൾ കാണുന്നുള്ളൂ, പൂർണ്ണ സംതൃപ്തരല്ല. എനിക്ക് തോന്നുന്നത് ഒരു ലൂസിഫർ കണ്ടപ്പോൾ എന്റെ കൂടി ഉണ്ടായിരുന്നത്, അതായത് രേഖാചേരിയാണ് തോന്നുന്നു, നമ്മളെ ഒരുമിച്ചാണ് പോയി കണ്ടത് തോന്നുന്നു. ശരിക്കും ആ പടം കണ്ടിറങ്ങിയിട്ട് നമ്മള് ചിരിച്ചാണ്ട് അങ്ങോട്ടും മുഖത്ത് പോയി ചിരിച്ചുള്ളൂ. കൂടുതൽ അഭിപ്രായം പറയാതിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കേൾക്കുന്നവര് എങ്ങനെയാണ് എടുക്കണമെന്ന് അറിയില്ലല്ലോ. അത് ഞാനിപ്പോഴും ഓർക്കുകയാണ് ഈ നൗഫൽ ഭായി പറഞ്ഞപ്പോൾ. എന്തായാലും എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 മൂവീസ് മലയാളത്തില് ഹിസൈനസ് അബ്ദുള്ള പോലെയുള്ള സിനിമകളാണ്. പിന്നെ ഗോഡ് മസ്റ്റ് ബി ക്രേസി എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്, 3 പാർട്ടുള്ള. അതിൽ ഒന്നാമത്തെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒന്ന്, ഒരു കാട് പോലത്തൊരു പ്രദേശത്ത് ഒരു ആഫ്രിക്കൻ കൺട്രിയില് മുകളിൽ നിന്ന് ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് പെപ്സിയുടെ ബോട്ടില് ഒരാൾ മുകളിൽ നിന്ന് താഴെ ഇടുന്നു. അപ്പൊ ഈ പെപ്സി എന്ന് പറയുന്ന ബോട്ടിലൊന്നും ഈ രാജ്യത്തുള്ളവർ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ അവിടെ വളരെ സമാധാനപരമായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഒരു പെപ്സിയുടെ ബോട്ടിൽ വന്ന് വീണപ്പോ ഇവർക്കിത് എന്ത് ചെയ്യണം എന്നറിയില്ല. കുറെ ആൾക്കാര് അതെടുത്ത് ഊതി നോക്കി, കുറെ ആൾക്കാർ അതെടുത്ത് അടിച്ചു നോക്കി. അങ്ങനെ ഓരോരാൾ ഓരോ ആവശ്യങ്ങൾ ഈ പെപ്സി ബോട്ടിലിൽ കണ്ടെത്തിയിട്ട് ഈ ഒരു സാധനമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഈ ആൾക്കാർ പിന്നെ ബഹളമാ. രാവിലെ 9 മണിക്ക് ക്യൂ ആയി ഈ ബോട്ടിലിന്. തേങ്ങ പൊട്ടിക്കാൻ പെപ്സി ബോട്ടിൽ വേണം. അങ്ങനെ സമാധാനമായിട്ട് നിന്ന ഒരു സ്ഥലത്ത് ഈ പെപ്സി ബോട്ടിൽ വന്നതോടുകൂടി അവിടെ ഭയങ്കര അടിയും പ്രശ്നങ്ങളും. ഈ ബോട്ടിൽ എനിക്ക് ഇന്ന സമയത്ത് വേണം, എനിക്ക് ഇന്ന സമയത്ത് വേണം, വേറൊരാൾ ഊതുന്നു, കുട്ടികൾ ഉരുട്ടി കളിക്കുന്നു. അങ്ങനെ അവിടുത്തെ തലവൻ, ഏറ്റവും മൂപ്പൻ ഒരാളുണ്ട്, പുള്ളി പറയും ഈ പെപ്സി ബോട്ടിൽ ദൈവം മുകളിൽ നിന്നിട്ട് എന്തോ ഒരു ഈവിളാണ് നമ്മളെ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ലോകത്തിന്റെ അറ്റത്ത് കൊണ്ടുപോയി ഈ പെപ്സി ബോട്ടിൽ കളയണം. അങ്ങനെ ഇയാൾ ഇതും എടുത്ത് ഇയാളെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇയാളുടെ ആ സമുദായത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പെപ്സി ബോട്ടിലും എടുത്ത് ഒരു നടപ്പ ഭൂമിയുടെ അറ്റത്തേക്ക്. അപ്പോഴാണ് ഈ ഇൻഡസ്ട്രിയലൈസേഷനും ഈ പട്ടണവും, പുള്ളിക്ക് തോക്കൊന്നും കൊണ്ടായിരുന്നു അറിയൊന്നുമില്ല. അപ്പൊ ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് തോക്ക് വെച്ച് പോലീസ് വെടിവെക്കാൻ നോക്കുമ്പോൾ പുള്ളി സിമ്പിളായിട്ട് നട്ടിക്കളയും. കാരണം തോക്കിനെ കൊണ്ട് വെടിയാണെന്നൊന്നും ആൾക്കറിയില്ല. അപ്പൊ ഒരുപാട് നമുക്ക് ചിന്തിപ്പിക്കുന്ന വളരെ നല്ലൊരു സിനിമയാണ് ദ ഗോഡ് മസ്റ്റ് ബി ക്രേസി എന്ന് പറഞ്ഞിട്ട്. ചിരിച്ച് മതിയാവും. ഒപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതൊരു മൂവി. അത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തതാണ്.
വിനോദ് രാഘവന്റെ വോയിസ് വീഡിയോ ഒന്നും കിട്ടുന്നില്ല. ആൾക്ക് എന്തോ ഒരു സാങ്കേതിക തടസ്സമാണെന്ന് തോന്നുന്നു. ഒരുപാട് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാ. നമ്മളെ കേൾക്കുന്നുണ്ട്, നമ്മളെ കേൾക്കുന്നുണ്ട്. ആൾക്ക് മെസ്സേജ് ഇട്ടു, പക്ഷെ ആൾക്ക് അറിയില്ല എന്താ പ്രശ്നം എന്ന്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് വിനോദ് അടുത്തൊരു ചർച്ചയിൽ നമുക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? പിന്നെ വൈൻഡപ്പ് ചെയ്തതിന് ഒരു കാര്യം, സായുജിന് നെറ്റിന്റെ ഇഷ്യൂ ആണ്. സിനിമ ഓക്കെ, കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് സിനിമ എപ്പോഴും ഒരു അതായത് നമ്മളൊരു ഫുൾ സിനിമാക്കാരനാകുമ്പോ അതിന്റെ ഇന്നൊരു ഇത് വേണം എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു വിനോദോപാധി എന്നല്ലാതെ, അതായത് നമുക്ക് എപ്പോഴും ചിരിക്കാൻ ആയിരിക്കണം സിനിമ. അല്ലാണ്ട് വെറുതെ ഒരുപാട് ഈ അവാർഡ് ഫിലിം പോലത്തെ കണ്ടിട്ട് നമ്മളെ പ്രശ്നങ്ങൾ കൊണ്ടുപോയി തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോൾ വീണ്ടും ആ പ്രശ്നം കൂടി തലയേറ്റി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മള് അടിച്ചുപൊളി. ഈ മറ്റേ ഇൻഹാരി നഹർ, മറ്റേ എന്താണ് മുകേഷ് ഇവരൊക്കെ അഭിനയിച്ച റാംജി റാവ് സ്പീക്ക്, അതുപോലുള്ള സിനിമകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്ത്. പണ്ടെന്ന് പറഞ്ഞാൽ കുറെ കഥകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫാമിലി സ്റ്റോറീസ് പ്രേമനസീറിന്റെ ഒക്കെ സമയത്ത് പറയുമ്പോൾ അതാണ് പ്രേമനസീർ സത്യൻ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് തട്ടിക്കൂട്ട് പടവും നമ്മുടെ സമയവും നമ്മുടെ സാമ്പത്തികവും നഷ്ടപ്പെടുത്താണ്ട് ഒരു കാര്യവും ഇപ്പോഴങ്ങനെ പടത്തിലൊന്നുമില്ല. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറയും. അപ്പൊ ചിരിക്കാനുണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ വെറുതെ ഇങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ലാസ്റ്റ് ഒന്നുമില്ല. അത് അത്തരം ഒരു ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. സിനിമ എപ്പോഴും സന്തോഷിക്കാനുള്ള മെസ്സേജ്, സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥയായിരുന്നു. 2.5 മണിക്കൂർ ഇരിക്കുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും ഇങ്ങനെ ഇന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പൊ റാംജി റാവ് സ്പീക്കിങ്ങിലൊക്കെ ഓരോരോ ഡയലോഗ് ഇപ്പോഴും, അല്ലെങ്കിൽ ആ സീനൊക്കെ നീ മിണ്ട് ഞാൻ മിണ്ടൂല എന്നൊക്കെ പറയുന്ന ആ ഡയലോഗ് ഇല്ലേ, മുണ്ടഴിയുന്ന, അത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ മെമ്മറിയിലുണ്ട്. ഇപ്പം പുതുതായിട്ട് കാണുന്ന എന്ത് സീന നമുക്ക് ഓർമ്മയുള്ളത്? ഒന്നുമില്ല. അപ്പൊ പിന്നെ നമുക്ക് വെറുതെ എല്ലാവരും കൂടി ഒരു ഔട്ടിംഗ് എന്ന നിലക്ക് പോയിട്ട് ഫാമിലിയൊക്കെ അല്ലെങ്കിൽ പോയിട്ട് കാണാം എന്ന് മാത്രം എൻ്റെ ഒരു അഭിപ്രായമുള്ളൂ. അപ്പം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊന്ന് പറഞ്ഞു തരാം. സന്തോഷം. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ ഓരോരാൾക്ക് ഓരോ ആവശ്യങ്ങളായിരിക്കും. ഇപ്പം മൂവി വഴി ഒരുപാട് മെസ്സേജസ് കൺവേ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള പണ്ടൊക്കെ എടുത്തിട്ടുള്ള സിനിമ പാരഡൈസോ ഒക്കെ ഭയങ്കര നല്ല ഒരുപാട് മൂവീസ് ഉണ്ട്. അപ്പൊ ഓരോരാൾക്കും ഓരോരോ കാര്യങ്ങളായിരിക്കാം. ചിലർക്ക് അത് സന്തോഷം, ഒന്ന് 2.5 മണിക്കൂർ റിലാക്സ് ആയിട്ടിരിക്കാൻ പോകുന്നവരുണ്ടാവാം. വലിയൊരു മെസ്സേജസ് കൺവേ ചെയ്യാനായിട്ട് പറ്റുന്ന സിനിമാസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയാ, സമുദ്രത്തിൽ പോയപ്പോ അതെന്താ അവിടെ കടലിൽ ഉപ്പ് എന്ന് വെച്ചപ്പം അതിൽ പോകുന്നവരൊക്കെ കരയുന്നതൊക്കെ പറയുന്ന പോലെയുള്ള ഒരുപാട് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും. അത്തരം കാമ്പുള്ള ഒരു മെസ്സേജ് ഇപ്പോഴത്തെ പടത്തിൽ ഇല്ലല്ലോ. ആ ടീച്ചർ പറഞ്ഞത് കറക്റ്റാണ്. അതിനൊരു ആ വെള്ളം എന്താണ് ഉപ്പ് എന്ന് പറയുമ്പം ആ അന്ന് കടലിൽ പോകുന്നവരുടെ കണ്ണീരായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് പക്ഷെ ഇപ്പം ഈയിടെ വന്നതില് നമ്മുടെ എന്നാ താൻ പോയി കേസ് കൊടു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. എന്നാ നീ പോയി കേസ് കൊടു, അതല്ലേ? അല്ല, അങ്ങനെ തന്നെ. ഇപ്പം ഗരുഡൻ കണ്ടു. ഗരുഡൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പടം, അങ്ങനെ കുറച്ചുണ്ട്. ഗരുഡൻ അതൊക്കെ പോലെ. അത് സിനിമയെ കുറിച്ച് പറയുമ്പോ തീർച്ചയായിട്ടും നമ്മൾ പ്രവാസികള് മറക്കാൻ പറ്റാത്തൊരു പടമുണ്ട്. നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടായിരുന്നു, പത്തേമാരി. തീർച്ചയായിട്ടും അത് നമ്മൾ പ്രവാസികള് ഒരിക്കലും മറക്കരുത് ആ പടത്തെ കുറിച്ച്. അതിൽ കുറെ ഡയലോഗുകൾ ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിന് നമ്മുടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവരായിരിക്കാം അല്ലെ. ചില ഡയലോഗുകളൊക്കെ നമ്മൾ മനസ്സിലോർത്ത ഡയലോഗുകളൊക്കെ പലതും അതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും. തീർച്ചയായിട്ടും പ്രവാസികളായിട്ട് ബന്ധപ്പെട്ട പടം പണ്ടുണ്ട്. സുകുമാരന്റെ ഒക്കെ ഒരു പഴയ പടമുണ്ട്, പേര് ഞാൻ മറന്നുപോയി. സുകുമാരന്റെ ഗൾഫിൽ വന്നിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് പടങ്ങളുണ്ട്, അറബിക്കഥ അങ്ങനെയൊക്കെ. പക്ഷെ അതല്ല, കുറച്ചുകൂടി പ്രവാസികളോട് ചേർന്ന് ഒരു പടം എനിക്ക് തോന്നുന്നു ആ ഒരു പടമാണെന്ന് തോന്നുന്നു പത്തേമാരി. കാരണം ആ പടത്തിന്റെ എൻഡ് എങ്ങനെയാണ്, അത്രയും കാലം അയാൾ കഷ്ടപ്പെട്ടിട്ട് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വീട്ടിൽ താമസിക്കാൻ പോലും മക്കൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അടക്കം ചെയ്യാൻ. ആ പടം
ബോഡി അവിടെ അടക്കം ചെയ്യാൻ സമ്മതിക്കാതെ ആ, അങ്ങനെ. അതാണ്. അപ്പൊ അത്രയൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിലേക്ക് ശമ്പളം കിട്ടിയ നാട്ടിലേക്ക് അയക്കുന്ന എങ്ങനെയാണ് നമ്മൾ അതെ. അയക്കുന്നത് എന്നൊക്കെ എല്ലാം. അല്ല അതിലൊരു ഡയലോഗ് അയക്കുന്നവരൊന്നും അയച്ചോണ്ടേ ഇരിക്കണം, ചോദിച്ചോണ്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അല്ല അങ്ങനെ ഒരു ഒറ്റയും തെറ്റായിട്ട് ഒരുപാട് സിനിമകൾ, വളരെ കുറച്ച് സിനിമകൾ അങ്ങനെ വരുന്നില്ല. ഒരുപാടല്ല, വളരെ കുറച്ച് സിനിമകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു വിനോദിന് ജോയിൻ ചെയ്യാൻ എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടുന്ന് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോ ഓൺ ആക്കുന്നുണ്ട്, പക്ഷെ സംഭവം നടക്കുന്നില്ല. പുള്ളിക്ക് അപ്പൊ മനസ്സിലാകുന്നില്ല. അതെ, അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കണം. എനിക്ക് തോന്നുന്നു കുറെ വിനോദിന്റെ സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്സ് നമുക്ക് മിസ് ചെയ്തു. നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഇതുപോലൊരു ചർച്ചയൊക്കെ വരുന്ന സമയത്ത്. നേരത്തെ പങ്കെടുത്ത നൗഫലിനും കൃഷ്ണയ്ക്കും സായുജിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്, അതുപോലെ തന്നെ പോയതും. ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഇന്ന് ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം സാബു, അബ്ദുൽ നാസർ, പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മിഥിലാജ്, എല്ലാവർക്കും താങ്ക് യു. എന്തായാലും ഇന്നത്തെ കാലാവസ്ഥയെ കൂടി ഒരുക്കിയതിൽ വളരെയധികം സന്തോഷം, നന്ദി. അതെ, ഈ